വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു സങ്കീർത്തനത്തിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു വാക്യം വായിച്ചുകൊണ്ട് നിങ്ങളോടുള്ള ഈ അനുഗ്രഹീതമായിരിക്കുന്ന സമയത്തെ ദൈവിക സന്ദേശം കൂടി പറയാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. 91 സങ്കീർത്തനത്തിൻ്റെ 14 വാക്യം എല്ലാവർക്കും അറിയാവുന്ന വാക്യമായിരിക്കും, എങ്കിലും ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കുന്നു. സങ്കീർത്തനങ്ങൾ 91:14 വാക്യം ഇങ്ങനെയാണ്: അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. 1-ാം ഭാഗം മതിയാകും ഇന്നത്തെ സമാപന സന്ദേശത്തിന് വേണ്ടി. അതുകൊണ്ട് ആ ഭാഗം ഒന്നുകൂടെ ആവർത്തിക്കുന്നു: അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. 91-ാം സങ്കീർത്തനത്തിലെ എല്ലാ വാക്യങ്ങളും ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ഭൂരിപക്ഷം ആളുകൾക്കും മനഃപ്പാടമായിരിക്കാം. അതിലൊരു ഒരേ കാര്യങ്ങൾ പറഞ്ഞു വന്നതിന് ശേഷം ഒരു വലിയ ഡൈവേർട്ട് ഈ 91-ാം സങ്കീർത്തനത്തിൽ നിന്ന് തുടങ്ങിയാണ് 14-ാം വാക്യത്തിൽ. അത് ദൈവവുമായിട്ടുള്ള ബന്ധം ഈ സങ്കീർത്തനത്തിനകത്ത് പല പ്രാവശ്യം വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് വരുന്നത് 14-ാം വാക്യത്തിലാണ്. അവിടെ പറഞ്ഞത് ഇങ്ങനെയാണ്: അവൻ ദൈവമാണ് പറയുന്നത്, ദൈവത്തോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കും. ദൈവത്തോട് പറ്റിയിരിക്കുന്ന ഒരനുഭവം, ഒരവസ്ഥ. ദൈവത്തോടുള്ള ബന്ധത്തിൽ മനുഷ്യർക്ക് പല രീതിയിലാണ് ബന്ധങ്ങൾ കിടക്കുന്നത്. ചില ആളുകൾക്ക് ദൈവത്തെ പേടിയാണ്. അതുകൊണ്ട് വളരെ ദൂരത്ത് നിന്ന് പേടിച്ച് ഭയപ്പെട്ട് ഓരോ ചുവടുകളിലും ഓരോ നിമിഷങ്ങളിലും വളരെ പേടിച്ചാണ് ദൈവത്തെ അഭിമുഖീകരിക്കുന്നത്. ദൈവത്തെ ഭയം വേണം എന്നുള്ളത് ബൈബിൾ തന്നെ ആവശ്യപ്പെടുന്ന കാര്യമാണ്. പക്ഷേ ഞാൻ ഈ പറയുന്നതിൻ്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലായേക്കാം. ചില ആളുകൾക്ക് ദൈവത്തെക്കുറിച്ച് അറിയാം, കുറേ കാര്യങ്ങൾ അറിയാം, അവർ ദൈവത്തെക്കുറിച്ച് വേണമെങ്കിൽ പറയാൻ സന്നദ്ധരാണ്. ചില ആളുകൾക്ക് ദൈവത്തോട് സ്നേഹമുണ്ട്. ചില ആളുകൾ ദൈവത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിരിക്കുന്നവരാണ്. ചില ആളുകൾക്ക് ദൈവത്തെക്കുറിച്ച് എരിവുണ്ട്. അങ്ങനെ ഒരുപാട് നിലവാരത്തിലാണ് മനുഷ്യൻ്റെ ദൈവികമായിരിക്കുന്ന ബന്ധത്തെ നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത്. മാസയോഗത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരും ഒരാത്മപരിശോധന നടത്തിക്കൊള്ളുക. ദൈവമായിട്ട് നമ്മുടെ ബന്ധം എന്താണ്, ഏത് രീതിയിലാണ്? പുരാതന കാലം മുതൽ, പിതാക്കന്മാരുടെ കാലം മുതൽ ദൈവത്തെക്കുറിച്ച് അറിയാം. എവിടെയോ ദൈവം ഉണ്ടെന്നറിയാം. എല്ലാവരും വിളിക്കുന്നു, നമ്മളും വിളിക്കുന്നു, ആരാ എന്താണെന്നൊന്നും അറിയേല. സ്തോത്രം. പല പേരിൽ പലരും ദൈവത്തെ വിളിക്കുന്നു എന്നൊക്കെ ഒരു ആശയം ഭാരത പശ്ചാത്തലത്തിലുണ്ട്. നമ്മളിന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മളെ വിലയിരുത്തുക, ഞാനും ദൈവമായിട്ടുള്ള ബന്ധം എന്താണ്, ഏത് തരത്തിലുള്ള ബന്ധമാണ്. എന്തെങ്കിലും കൊടുത്ത് നമുക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ട്, ഓഹരി ദൈവത്തിന് കൊടുത്ത് ബഹളം ഉണ്ടാക്കണ്ട, പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് ഓർത്തുകൊണ്ട് കൊടുക്കേണ്ടത് കൊടുത്ത് അങ്ങ് ഒതുക്കിയിരുത്തിയിരിക്കുകയാണോ? അതെയോ സ്തോത്രം ഇങ്ങനെ പ്രത്യേക ദിവസങ്ങളിലൊക്കെ വന്ന് സ്തോത്രമൊക്കെ ചെയ്ത് നല്ല പാട്ടൊക്കെ പാടി ദൈവത്തെ സോപ്പിട്ട്, നമ്മുടെ പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ അങ്ങ് പ്രശ്നം ഉണ്ടാക്കാതെ ഇരുത്തിയിരിക്കണം. എന്താണ് നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധം? ഈ വാക്യത്തെ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളോട് ഈ സമാപന സന്ദേശത്തിൽ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ 91-ാം സങ്കീർത്തനത്തിൽ 14-ാം വാക്യത്തിൽ പറയുന്നത് ദൈവത്തെ അറിയുക എന്നുള്ളതല്ല, ദൈവത്തെ ഭയപ്പെടുക എന്നുള്ളതല്ല, ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതല്ല, ദൈവത്തിന് വേണ്ടി എരിവ് കാണിക്കുക എന്നുള്ളതല്ല, ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയും ദൈവത്തിൻ്റെ കാര്യങ്ങളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ആരുടെയും മുമ്പിൽ നഖവും പല്ലും ഉപയോഗിച്ച് എതിർത്ത് നിൽക്കുക, ദൈവത്തിന് വേണ്ടി ഘോരമായി സംസാരിക്കുക, ഇതൊന്നുമല്ല അവിടെ പറയുന്നത്. ദൈവത്തോട് ആര് പറ്റിയിരിക്കുന്നുവോ, പറ്റിയിരിക്കുക എന്ന് പറയുന്നത് ഒരസാധാരണമായിരിക്കുന്ന ബന്ധമാണ്. ഭാര്യ-ഭർത്തൃ ബന്ധത്തെക്കുറിച്ച് എഫേസ്യ ലേഖനത്തിൽ പറയുന്നിടത്ത് പൗലോസ് അപ്പോസ്തലൻ വേറൊന്നും പറയാനില്ലാത്തതുകൊണ്ടല്ല, പക്ഷെ ഏറ്റവും ശക്തമായി പ്രതിപാദിച്ചത് ഇങ്ങനെയാണ്: അതുനിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യ വീട്ടിൽ പോയി താമസിക്കുന്നല്ല, ഭാര്യയുടെ കൂടെ നടക്കുന്നല്ല. പിന്നെ എന്താ എഴുതിയത്? സ്തോത്രം. അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുക എന്നുള്ളത് ഏറ്റവും ഡീപ്പായൊരു ബന്ധമാണ്. പറ്റിച്ചേരുക അതെന്താന്നുള്ളതിനെക്കുറിച്ച് സവിസ്തരം എനിക്കങ്ങനെ ഒരു ക്ലാസ് എടുക്കാനുള്ള സാവകാശം ഈ അവസാന സമയത്തില്ല. എങ്കിലും നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ഗഹനമായി മനസ്സിലാക്കാൻ കഴിയുമെന്ന് വിചാരിക്കുകയാണ്. ഏറ്റവും വലിയ ബന്ധമാണ് പറ്റിച്ചേരുക. എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുന്നതാണോ, എവിടെയെങ്കിലും കൊണ്ടുപോയി ഒരു പാർക്കിൽ കൊണ്ടുപോയി 10 മിനിറ്റ് ഇരുത്തി ഐസ്ക്രീം മേടിച്ച് കൊടുക്കുന്നത്, അതൊന്നും അല്ല പറ്റിച്ചേരൽ. അതിനേക്കാളൊക്കെ അപ്പുറമാണ്. സ്തോത്രം. വലിയ ആഴമേറിയൊരു ബന്ധമാണ്. അതുപോലെ തന്നെയാണ് ഈ ദൈവികമായിരിക്കുന്ന ആത്മീക ജീവിതം നയിപ്പാനും കുടുംബജീവിതം നയിപ്പാനും ഒരു പറ്റിച്ചേരലിൻ്റെ ആവശ്യം. എന്തെങ്കിലും കടപ്പാടുകൾ നിമിത്തം കൊടുത്തു തീർക്കുകയല്ല. ഞാൻ ആവർത്തിച്ച് പറയുമ്പോൾ ആവർത്തന വിരസത തോന്നരുത്. ആ സ്തോത്രം കൊടുക്കേണ്ടത് തരുന്നുണ്ടല്ലോ, കൊടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ആഴ്ച തോറും 1000 രൂപ വെച്ച് തന്നേക്കാം സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം ധന്യമാകില്ല. ഒരു പറ്റിച്ചേരലിലേക്ക് വരുമ്പോഴാണ്. ദൈവിക ബന്ധവും ഊഷ്മളമാകണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പറയാം, ദൈവവുമായിട്ടൊരു പറ്റിച്ചേരൽ. ഒരു പക്ഷേ വേദപുസ്തകം മാത്രമായിരിക്കാം ദൈവത്തോട് മനുഷ്യൻ ഇത്രയും അഗാധമായി അടുപ്പത്തിലേക്ക് വരാമെന്ന് പ്രതിപാദിക്കുന്നൊരു ഗ്രന്ഥം ലോകത്തിനുണ്ടെങ്കിൽ വിശുദ്ധ ബൈബിൾ മാത്രമായിരിക്കാം. ബൈബിളിൽ കാണുന്ന സനാതനനായിരിക്കുന്ന സർവേശ്വരനായിരിക്കുന്ന ദൈവം മാത്രമായിരിക്കാം മൺപൊടിയായ മനുഷ്യനെ സ്തോത്രം തേജോരൂപിയായ ദൈവത്തിൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിപ്പാൻ, ആ ദൈവത്തോട്
പറ്റിയിരിക്കാൻ, ആ ദൈവമായിട്ട് മാറോടണയ്ക്കാൻ മനസ്സ് കാണിക്കുന്നൊരു ദൈവമുണ്ടെങ്കിൽ അത് നമ്മൾ ആരാധിക്കുന്ന മഹാദൈവം മാത്രമാണെന്ന് ഞാൻ ആത്മാവിൽ പറയുമ്പോൾ അത് അനുഭവിക്കുന്ന ദൈവമക്കൾ എത്ര പേർക്ക് സ്തോത്രത്തോട് പറയാൻ പറ്റും? ഞാൻ എൻ്റെ ദൈവത്തെ അറിയുന്നവനല്ല, ആ ദൈവത്തോട് പറ്റിയിരിക്കുന്നവരാണ്. ഹല്ലേലൂയ. പറ്റിച്ചേർന്നിരിക്കുക. വേദപുസ്തകത്തിൻ്റെ പഴയ താളുകളിലൊക്കെ വളരെ പഴയൊരു പ്രസംഗമാണ് ഞാൻ ഈ പറയുന്നതെങ്കിലും എൻ്റെ ഹൃദയത്തിനകത്തുണ്ടായ ഒരു വലിയ ആത്മീക പ്രചോദനം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടി ഞാൻ അശ്രാന്ത പരിശ്രമം നടത്തുക. ശ്രദ്ധിച്ചിരിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്തു. നിങ്ങൾക്ക് ഈ സന്ദേശം കഴിയുമ്പോൾ എൻ്റെ ഗഹനമായിരിക്കുന്ന കാര്യം അത് നിമിത്തം ഈ വർഷത്തിൻ്റെ ആരംഭ ദിവസങ്ങളിലെ ഈ സന്ദേശങ്ങൾ നിങ്ങളെ വല്ലാതെ സ്തോത്രം ദൈവികമായിരിക്കുന്ന ബന്ധത്തിലേക്ക് അടുപ്പിക്കുമെന്ന് എൻ്റെ ഹൃദയത്തിനകത്ത് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ഇച്ചിരൂടെ ഏറ്റവും സുപരിചിതമായിരിക്കുന്ന വാക്യത്തിൽ നിന്ന് ഒരുപാട് പേർ പ്രസംഗിച്ചിട്ടുള്ള ആ വാക്ക് സന്ദേശം എടുത്തുകൊണ്ടൊരു ഒരു ആഴമുള്ള ചിന്തയിലേക്ക് നിങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി ആഗ്രഹിക്കുക. പഴയ നിയമത്തിലെ പല ഭാഗത്തും വിശേഷിച്ച് ആവർത്തന പുസ്തകം 4:4 വായിക്കുന്നുണ്ട്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തോട് പറ്റിയിരുന്നവർ മാത്രമാണ്, പറ്റിയിരുന്നത് കൊണ്ടാണ് അവർ ജീവിച്ചിരിക്കുന്നത് എന്നൊരു വാക്യം 4:4 ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യം. നിങ്ങളുടെ ദൈവമായ യഹോവയോട് പറ്റിച്ചേർന്നിരുന്ന നിങ്ങളൊക്കെയും ഇന്ന് ജീവനോടിരിക്കുന്നു. അപ്പോൾ ആവർത്തന പുസ്തകം എഴുതുന്നത് സ്തോത്രം ഏകദേശം 10-40 വർഷങ്ങൾ യാത്ര ചെയ്ത് ചെങ്കടൽ കയറി ദീർഘവർഷങ്ങൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് ഒരു പര്യവസാന വേളയിലേക്ക് എത്തുമ്പോൾ, മോശയുടെ അവസാന ദിവസങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് അതിനോട് ബന്ധപ്പെട്ടൊന്ന് ആവർത്തിച്ച് ഒരു റിവിഷൻ നടക്കുന്നത് പോലെ മോശ ഓർപ്പിക്കുക. അവിടെ 40 ആണ്ടുകളിലെ യാത്രയോടുള്ള ബന്ധത്തിൽ മോശ അവരെ ഓർപ്പിച്ചുണർത്തുകയാണ്. നമ്മളിന്ന് ജീവിച്ചിരിക്കുന്നത് കാലിൻ്റെ ബലം കൊണ്ടല്ല, കലമാനിന് തുല്യമായ നിലവാരത്തിൽ അസ്ഥികൾക്കും മസിലുകൾക്കും ബലമുള്ളത് കൊണ്ടല്ല. നമ്മൾ പിന്നിട്ടത് വർഷം എത്രയാണെന്നറിയാമോ? ചൂടേറിയ മരുഭൂമിയിലൂടെ ചുട്ടുപടുക്കുന്ന വെള്ളമില്ലാത്ത വരണ്ട ദേശത്തൂടെ യിരെമ്യാവിലും മറ്റു ചില പുസ്തകങ്ങളും പറയുന്ന പോലെ തേളും പാമ്പും സ്വോത്ര പാറക്കെട്ടുകളും മുള്ളുകളും പറക്കാരിയുമുള്ള ഈ ദേശത്തൂടെ നീണ്ട നാളുകൾ പിന്നിട്ടിട്ട് നമ്മളിൽ പലരും ഇന്ന് ജീവിച്ചിരിപ്പാൻ കാരണം മറ്റൊന്നുമല്ല, കഴിച്ച ആഹാരത്തിന്റെ ഗുണമല്ല, നമ്മൾ സ്വോത്രം ജനിച്ച കുടുംബത്തിന്റെ ഗുണമല്ല, പിന്നെയോ നമ്മൾ ദൈവത്തോട് പറ്റിയിരുന്നത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ഞാനത് പറയുമ്പോൾ വീടുകളിൽ ഇരുന്നുകൊണ്ട് എത്ര ദൈവമക്കൾക്ക് പറയാൻ പറ്റും? കിട്ടിയ ശമ്പളമല്ല, നമ്മുടെ കുടുംബ ശ്രേഷ്ഠതയല്ല, മക്കൾ മേടിച്ചു തന്ന ഏതെങ്കിലും വിറ്റാമിൻ ഗുളികയല്ല, പിന്നെയോ രാവും പകലും ആരുമില്ലാതിരിക്കുന്ന സമയത്തും പ്രായമുള്ള മാതാപിതാക്കളും ദൈവമക്കളും ഈ ഊഷര ഭൂമിയിൽ ദൈവത്തിന്റെ ചങ്കോട് ചേർന്നിരുന്നവർ അവര് ഇന്നും ജീവിച്ചിരിക്കുന്നു. വെള്ളപ്പൊക്കം വന്നിട്ടും കൊറോണ വന്നിട്ടും പോരാട്ടം വന്നിട്ടും മലേറിയ വന്നിട്ടും മലമ്പനി വന്നിട്ടും വടക്കേന്ത്യയിലും വിദേശ ദേശങ്ങളിലും ഹല്ലേലൂയ കലിതുള്ളി കയറി വരുന്ന കാലനെ പോലെ വേഷം മാറി വന്ന മരണദൂതന്മാർ പലപ്പോഴും നിന്റെ കൂടാരത്തിന്റെ വാതിക്കൽ സംഹാര ദൂതനെ പോലെ താണ്ഡവമാടിയിട്ടും അതിനെയൊക്കെ ജയിച്ച് ഇന്ന് 96-ാമത്തെ വയസ്സിലോ 72-ാമത്തെ വയസ്സിലോ 54-ാമത്തെ വയസ്സിലോ ദൈവത്തെ സേവിച്ച് ആരാധിച്ച് മക്കൾക്ക് അപ്പനായി കുഞ്ഞുങ്ങൾക്ക് അമ്മയായി ഇന്ന് ജീവിച്ചിരിക്കും. അതിന്റെ പുറകിലെ രഹസ്യം ദൈവത്തോട് പറ്റിയിരിക്കാൻ ആയുസ്സിനൊരു അവസരം കിട്ടിയതാണ്. അവനോട് പറ്റിയിരുന്നവരെല്ലാം സ്തോത്രം അവര് മാത്രം ജീവിച്ചിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നു. സംഖ്യാപുസ്തകത്തിലെ കാര്യം പറയുന്നത് ഇങ്ങനെയാണ്. 32-ാം അധ്യായത്തിന്റെ സംഖ്യാപുസ്തകം 32-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നത് കൂടെ നിങ്ങളെ ഒന്ന് ഓർമ്മയിൽപ്പെടുത്തും നന്നായിരിക്കുമെന്ന് വിചാരിക്കുന്നു. 32-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം കൂടി പറയുന്നത് ഇങ്ങനെയാണ്: കെനസ്യനായ യെഫുന്നയുടെ മകൻ കാലേബും നൂന്റെ മകൻ യോശുവയും യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് അവരല്ലാതെ മിസ്രയീം എന്ന് പോകുന്നവരിൽ 20 വയസ്സ് മുതൽ മേലോട്ടുള്ള ഒരുത്തനും ഞാൻ അബ്രഹാമിനോട് ഇസഹാക്കിനോട് യാക്കോബിനോട് സത്യം ചെയ്ത ദേശത്ത് കാണുകയില്ല. ഹല്ലേലൂയ. നോക്കൂ, അവരെന്നോട് പൂർണ്ണമായി പറ്റി നിൽക്കായുണ്ട്. അപ്പം നോക്കിയേ, പറഞ്ഞ രത്ന ചുരുക്കം ഇതാണ്: കനാനിൽ എത്തിച്ചേർന്നത് ആരാണ്? ദൈവത്തെ അറിയാമെന്ന് പറഞ്ഞവരല്ല, മേഘത്തിന്റെ കീഴെ നടന്നവരല്ല, പാറയിലെ വെള്ളം കുടിച്ചവരല്ല, മന്ന തിന്നവർ. ഇതൊക്കെ യാത്രാ മധ്യത്തിൽ ഉണ്ടായിരുന്നതാണ്. ചെങ്കടൽ കയറിയവരല്ല, അത്ഭുതങ്ങൾ കണ്ടവരല്ല, പ്രാർത്ഥിച്ചു പനി മാറിയോ നീര് മാറിയോ കാലിന്റെ വേദന മാറിയോ ഇതൊക്കെ ശരിയാണ്. പക്ഷേ അക്കരെ നാട്ടിൽ എത്തിച്ചേരണമെങ്കിൽ ഇന്ന് മാസയോഗത്തിൽ പങ്കെടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, ആ ദൈവത്തോട് പറ്റി നിന്നവർ മാത്രമേ ചെല്ലേണ്ടടത്ത് ചെല്ലുള്ളൂ. ഞാൻ 2 വിധത്തിൽ ആ വാക്യത്തിന്റെ മുഖമുദ്ര കാണിച്ചു തരാം. ഒന്ന്, ഈ ആണ്ടിൽ എത്തേണ്ടടത്ത് എത്തിച്ചേരണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ ദൈവമക്കളെ, വേറെ ആരോട് പറ്റി നിൽക്കുന്നതിനേക്കാൾ ദൈവത്തോട് പറ്റി നിന്നാൽ നീ എത്തേണ്ടടത്ത് എത്തുമെന്ന് ദൈവം പറഞ്ഞിടത്ത് എത്തിച്ചേരും.
മക്കളോടൊക്കെ പറയാം, പരീക്ഷ എഴുതാൻ പോകുന്ന സ്തോത്രം OET IELTS ഒക്കെ എഴുതി ഏതെങ്കിലും ഒരു കരപറ്റി അപ്പന് ആശ്വാസവും തണലൊക്കെ ആകാൻ വേണ്ടി വളരെ വളരെ ജാഗ്രതയോടെ വളരെ ടഫായ മാധ്യമങ്ങളെ തരണം ചെയ്ത് പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന കുഞ്ഞുങ്ങൾ ഇന്ന് ഈ മാസയോഗത്തിൽ നിന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ. പിള്ളേരപ്പുറം എങ്ങനെയാണെങ്കിൽ അമ്മമാർ വിളിച്ച് കേൾപ്പിക്കുക, വന്നിരിക്കാൻ പറ, എന്നിട്ട് പറയുന്ന കേൾക്ക്. ദൈവത്തോട് പറ്റി നിന്നാൽ സ്തോത്രം, നിനക്ക് കഴിവ് കുറവാണെങ്കിലും, നിനക്കൊരു പക്ഷേ എത്തിപ്പറ്റാൻ പറ്റത്തില്ലെന്ന് മനസാക്ഷി പറഞ്ഞാലും, നിനക്ക് മാർക്ക് കുറവാണെങ്കിലും, എൻ്റെ ദൈവത്തോട് പറ്റി നിന്നവരല്ലാതെ വേറെ ആരും ചെല്ലേണ്ടടുത്ത് ചെന്നില്ല. അതുകൊണ്ട് ദൈവാത്മാവിൽ പറയാം, ചെല്ലേണ്ടടുത്ത് ചെല്ലണോ, ഒരേ ഒരു വഴി ദൈവത്തോട് പറ്റി നിൽക്കുക. ദൈവത്തോട് പറ്റി നിൽക്കുക. ദൈവത്തോട് പറ്റി നിൽക്കുക എന്നുള്ളതിനെ കുറിച്ച് നിങ്ങളെ ഒന്ന് ഉദാഹരിച്ച് ബോധ്യമാക്കാൻ വേണ്ടി ഞാൻ ഈ പ്രസംഗത്തിൻ്റെ കഴമ്പായ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി എൻ്റെ കണ്ടന്റ് ബോധിപ്പിക്കാൻ വേണ്ടി ശൗമേലിൻ്റെ പുസ്തകത്തിൻ്റെ ഭാഗമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഞാൻ ആ ഭാഗത്തേക്ക് കൂടി കയറി നിങ്ങളോട് പറയേണ്ട കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് എന്നെ തന്നിരിക്കുന്ന ചിന്തകൾക്കനുസരിച്ച് പറഞ്ഞു നിൽക്കാം. ഇത്രയേ ഉള്ളൂ. ദൈവത്തോട് പറ്റി നിന്നാൽ ജീവനോടിരിക്കാം. എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് അറിയേല. സ്തോത്രം. കഴിഞ്ഞ വർഷം ഈ സമയത്ത് വളരെ ലാഘവത്തോടെ പേപ്പറിലും ന്യൂസിനകത്തൊക്കെ കൊറോണ എന്നും പറഞ്ഞ് ജനുവരിയിലേക്ക് വന്നപ്പോൾ നമ്മൾ വളരെ ലാഘവത്തോടെ എങ്ങാണ്ടും സ്തോത്രം ഒരു രോഗം എന്ന് പറഞ്ഞ് വന്നതിനെ അതിനപ്പുറത്തേക്ക് കടന്നപ്പോഴേക്കും വീട്ടിനകത്ത് അടച്ചിട്ടിരുത്തി, സഭാഹോളുകൾ അടപ്പിച്ചു, സ്ഥാപനങ്ങൾ അടപ്പിച്ചു. അനിശ്ചിതത്വം ലോക ചരിത്രത്തിൽ ഇന്ന് വരെ കാണാത്തതുപോലെ സംഭവത്തിലേക്ക് എത്തി. സ്തോത്രം. ബൈബിൾ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, ഒരാണ്ടിൽ ഒരു വാർത്ത, അടുത്ത ആണ്ടിൽ മറ്റൊരു വാർത്ത. ഇത് ബൈബിളിൽ തന്നെ പറയുന്നതാണ്. അപ്പോൾ ഈ വാർത്ത ഈ ആണ്ടിൽ കേട്ട വാർത്തകളേക്കാൾ, കഴിഞ്ഞ ആണ്ടിൽ കേട്ട വാർത്തകളെക്കാളൊക്കെ വ്യത്യസ്തവും ചിലപ്പോൾ തീവ്രമായിരിക്കുന്ന വാർത്തകളായിരിക്കും അടുത്ത ആണ്ടിൽ കേൾക്കാൻ പോകുന്നത്. എന്തൊക്കെയാണെങ്കിലും ഭക്തനെ സംബന്ധിച്ച് ഒരു കാര്യമുള്ളൂ, ദൈവത്തോട് പറ്റിയിരിക്കുക. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമുയർത്തി ആ തീരുമാനമുള്ളവർ മാത്രം ദൈവത്തിന് നന്ദിയോടെ ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്യാമോ? എന്തൊക്കെ വന്നാലും ഞങ്ങൾ ദൈവത്തോട് പറ്റിയിരിക്കും. അത് വിശ്വസിക്കുന്നു. ഉറക്കെ ഒരു സ്തോത്രം പറയാമോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ പറ്റിച്ചേരലിനെ ഒരു വലിയ സ്തോത്രം വിശാലമായിരിക്കുന്ന ഒരു ക്യാൻവാസിൽ നിങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി പഴയ നിയമത്തിലെ സംഭവത്തിലേക്ക്, ഇതേ വാക്യത്തിലൂടെ സംഭവത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. എൻ്റെ ഈ സന്ദേശം ദൈവത്തോട് പറ്റിയിരിക്കുക എന്നുള്ളത് മാത്രമാണ് ചിന്ത. അതിനൊന്ന് സവിസ്തരമായിട്ട് വിശദീകരിക്കും. അങ്ങനെയാണല്ലോ പ്രസംഗം ഉരുത്തിരിയുന്നത്. അതുകൊണ്ട് 1 ശമൂവേൽ 18-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിച്ചിട്ട് പെട്ടെന്ന് 6 കാര്യങ്ങൾ അതിനകത്തുനിന്ന് പറയാം. പറ്റിച്ചേർന്നവർക്കുള്ള 6 പ്രത്യേക ഗുണങ്ങൾ ഞാൻ പറയാം. ഒന്നുകൂടെ ഞാൻ വാക്യം പറയാം. 1 ശമൂവേൽ 18-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. നിങ്ങൾ ബൈബിളിലേക്ക് നോക്കിയാൽ മതി. ബൈബിൾ നിവർത്തുക. വാക്യം ഇങ്ങനെയാണ്. അവൻ ശൗലിനോട് സംസാരിച്ചു തീർന്നപ്പോൾ യോനാഥാൻ്റെ മനസ്സ് ദാവീദിൻ്റെ മനസ്സിനോട് പറ്റിച്ചേർന്നു. യോനാഥാൻ അവനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചു. ശൗൽ അന്ന് അവനെ ചേർത്തുകൊണ്ടു. അവൻ്റെ പിതൃഭവനത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ പിന്നെ അവനെ അനുവദിച്ചില്ല. യോനാഥാൻ ദാവീദിനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിക്കൊണ്ട് അവനുമായി സഖ്യത ചെയ്തു. യോനാഥാൻ താൻ ധരിച്ചിരുന്ന മേലങ്കി ഊരി അതും അവൻ്റെ വസ്ത്രവും വാളും വില്ലും അരക്കച്ചയും ദാവീദിന് കൊടുത്തു. ശൗൽ അയക്കുന്നിടത്തൊക്കെയും ദാവീദ് പോയി കാര്യാദികളെ വിവേകത്തോടെ നടത്തും. അതുകൊണ്ട് ശൗൽ അവനെ പടജനത്തിന് മേധാവിയാക്കി. ഇത് സർവ്വജനത്തിനും ശൗലിൻ്റെ ഭൃത്യന്മാർക്കും ബോധിച്ചു. വളരെ പുരാതന കാലത്ത് ശൗൽ രാജാവായിരിക്കുമ്പോൾ ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ പിച്ച വെച്ച് നടക്കുന്ന കാലം, ആത്മീകതയിലേക്ക് ഇന്ന് ക്രൈസ്തവ സഭയ്ക്ക് സുപരിചിതനായിരിക്കുന്ന സംഗീത പ്രമാണി എന്നൊക്കെ അറിയപ്പെടുന്ന സങ്കീർത്തനം എഴുത്തുകാരൻ, ഇസ്രായേലിൻ്റെ മധുരഗായകൻ, രാജാവ്, യോദ്ധാവ്, കോമളരൂപി, ശലോമോൻ്റെ അപ്പൻ എന്നിത്യാദി നിലവാരത്തിലൊക്കെ നമുക്ക് സുപരിചിതനായിരിക്കുന്ന ദാവീദിൻ്റെ രംഗപ്രവേശനത്തിൻ്റെ സമയമാണ്. സ്തോത്രം. ആ പ്രത്യേക സാഹചര്യത്തിൽ ദാവീദിനെ ഈ കൊട്ടാരത്തിൽ അവതരിപ്പിക്കുകയാണ് ചില പ്രത്യേക വിഷയങ്ങളുടെ വെളിച്ചത്തിൽ. അതിനോട് ബന്ധപ്പെട്ട് നമ്മുടെ വിഷയമായിട്ടൊന്ന് ലിങ്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എൻ്റെ സന്ദേശം അവസാനിപ്പിക്കാം കേട്ടോ. ഇവിടെ നോക്കിയേ. സ്തോത്രം. ഇതൊരു സംഭവ ചരിത്രമാണ്. അതിൽ നിന്ന് ഞാൻ പറഞ്ഞ വാക്യത്തിലേക്ക് നിങ്ങളെ ഒന്ന് ഉദാഹരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പറ്റിച്ചേരുക. ഇവിടെ പറഞ്ഞ വാക്ക് നോക്കൂ. അവൻ ശൗലിനോട് സംസാരിച്ചു തീർന്നപ്പോൾ യോനാഥാൻ്റെ മനസ്സ് ദാവീദിൻ്റെ മനസ്സിനോട് പറ്റിച്ചേർന്നു. അപ്പോൾ അവിടുത്തെ ഒരു വാക്ക് കണ്ടോ? മനസ്സുകൾ തമ്മിലാണ് പറ്റിച്ചേരൽ. കുടുംബജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ടെങ്കിൽ ഞാൻ ദൈവത്തെക്കുറിച്ചാണ് ഹൈലൈറ്റ് ചെയ്യുന്നതെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. സ്തോത്രം. ശാരീരികമായിട്ട് ചേർന്ന് നിൽക്കുന്നതിനേക്കാളൊക്കെ അപ്പുറമായി വളരെ വളരെ മാനസികമായിരിക്കുന്ന ബന്ധമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മനസ്സുകൾ തമ്മിൽ പറ്റിച്ചേർന്നെങ്കിലേ ജീവിതം സുന്ദരമാകുള്ളൂ. ദൈവത്തോടുള്ള കാര്യത്തിലും അതാ ഞാൻ ആദ്യം പറഞ്ഞത്.
ദൈവമായിട്ട് മനസ്സുകൾ തമ്മിൽ പറ്റിച്ചേരുക, ദൈവത്തിൻ്റെ ഹൃദയത്തോട് അടുത്ത് വരിക, നമ്മുടെ മനസ്സുകൊണ്ട് ദൈവത്തെ സേവിക്കുക, പൂർണ്ണ മനസ്സുകൊണ്ട് ദൈവത്തെ സേവിക്കുക. അങ്ങനെ ചെയ്തു വരുമ്പോഴാണ് വാസ്തവത്തിൽ ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് ആത്മീക ജീവിതത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. അല്ലാത്തവർക്ക് ദൈവത്തെ കുറ്റം പറയാനും പിറുപിറുക്കാനും ഒക്കെ നമുക്ക് നേരം ഉണ്ടാവത്തുള്ളൂ. ദൈവത്തോട് മനസ്സുകൊണ്ട് പറ്റിച്ചേർന്നവരാരും 1000 സാക്ഷികളെ നിങ്ങൾക്ക് തരാം. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പരിശോധിച്ചു, ജനിച്ചതും വളർന്നതൊക്കെ കൊച്ചു വീട്ടിലായിരിക്കും, ദൈവം ആരാന്നറിയാത്ത പശ്ചാത്തലത്തിലായിരിക്കും. പക്ഷേ ദൈവത്തോട് മനസ്സുകൊണ്ട് പറ്റിച്ചേർന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടുത്തെ ഓരോ പദങ്ങളും ഞാൻ പറയാം. അവൻ ഇതൊരു രാജാവും രാജപുത്രനും ദാവീദും. ഇവരെ 3 പേരെ മനസ്സിൽ കണ്ടോളണേ. രാജാവ് ശൗല്, രാജകുമാരൻ യോനാഥാൻ. ഒരു കാട്ടിൽ ആടുകളെ തീറ്റി അനാഥത്വം പേറി ഒരവസരം കിട്ടിയത് സ്തോത്രം പാഴാക്കി കളയാതെ കയറി വന്ന ഒരു ഇടയച്ചറക്കൻ ദാവീദ്. സ്തോത്ര ഹല്ലേലൂയ. ഇവിടുത്തെ ചിത്രീകരണം, വ്യാഖ്യാനം അമിതമായി പോകാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ മനസ്സിന് തന്നെ ആ കാര്യങ്ങൾ തരികയാണ്. അപ്പോൾ ഈ സ്തോത്രം സാധാരണക്കാരനായിരിക്കുന്ന ഇടയച്ചറക്കനായിരിക്കുന്ന ദാവീദ്, കാട്ടിൽ വളർന്നവനായിരിക്കുന്ന യൗവനക്കാരൻ, ചെറിയ പയ്യൻ, ആ മകന് സ്തോത്രം ദാവീദിന് ശൗലുമായിട്ട് രാജാവുമായിട്ട് സംസാരിക്കാൻ ഒരു മുഖാന്തരം ഉണ്ടായി. അതൊക്കെ മുകളിൽ എഴുതിയിട്ടുണ്ട്. സംസാരിച്ചു തീർന്നപ്പോൾ, ആരുമായിട്ട്? രാജാവുമായിട്ട് ദാവീദ് സംസാരിച്ചു തീർന്നപ്പോൾ അവിടെ ഒരു സംഭവം നടന്നു. അന്നൊക്കെ പിന്നെ കാണാമെന്ന് പറഞ്ഞ് ശൗൽ ഇറക്കി വിടുകയല്ല ചെയ്തത്. അപ്പൻ രാജാവുമായിട്ട് ദാവീദ് എന്ന് പറയുന്ന സാധാരണക്കാരൻ സംസാരിച്ചു തീർന്നപ്പോൾ ഈ അപ്പൻ്റെ മകനായിരിക്കുന്ന രാജകുമാരനായിരിക്കുന്ന യോനാഥാൻ്റെ മനസ്സും ഈ സംസാരിച്ച ദാവീദിൻ്റെ മനസ്സും കൂടി ഭയങ്കരമായിട്ട് പറ്റിച്ചേർന്നു. ഞാൻ അവിടെ ഒന്ന് പ്രാർത്ഥനയെ ചിത്രീകരിച്ചോട്ടെ. സ്തോത്രം ഹല്ലേലൂയ. രാജാവായിരിക്കുന്ന പിതാവായ ദൈവത്തോട് സാധാരണക്കാരനായിരിക്കുന്ന മനുഷ്യന് ഇടനിലക്കാരില്ലാതെ, സ്തോത്രം നേരത്തെ അഡ്വാൻസ് ബുക്ക് ചെയ്യാതെ, പിടിപ്പണം കൊടുക്കാതെ, യാതൊരു ഡിമാൻഡുമില്ലാതെ, ഏത് പടുകുഴി കിടന്നുകൊണ്ട് കണ്ണുനീരോടെ സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കാനുള്ള അവകാശം കൊടുക്കുന്നൊരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ഞാൻ ശൗലിനെ അല്ല ഇവിടെ കാണുന്നത്, രാജാക്കന്മാരുടെ രാജാവായ പിതാവായ ദൈവത്തോട് ആര് മനസ്സുകൊണ്ട് സംസാരിക്കുന്നു, ആര് മനസ്സുകൊണ്ട് അടുക്കുന്നു, അവര് സംസാരിച്ചു കഴിയുമ്പോൾ അവൻ്റെ പുത്രനായ ക്രിസ്തുവേശുവിന് അവനുമായിട്ട് ഭയങ്കരമായിരിക്കുന്നൊരു ബന്ധം. അപ്പൊ ഞാൻ പറയാം, ദൈവത്തോടും കർത്താവിനോടും പറ്റിച്ചേരാനുള്ള ഏറ്റവും വലിയ മാർഗം, എൻ്റെ വ്യാഖ്യാനത്തിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, കട്ടികൂടിപ്പോയി തോന്നരുത്. ദൈവത്തോട് നിന്റെ സങ്കടങ്ങൾ, നിന്റെ അവസ്ഥകൾ, നീ ആരാണ്, നീ എവിടെ നിന്ന് വന്നു, നിന്റെ സ്ഥിതി എന്താണ് എന്നത് നീ തുറന്നു പറഞ്ഞു കഴിയുമ്പോൾ, ആ തുറന്നുള്ള സംസാരത്തിന് നടുവിൽ നീ അറിയാതെ ഒരു പറ്റിച്ചേര് ഇതിനകത്ത് നടക്കുന്നുണ്ട്. 2021 അധികം പ്രാർത്ഥിക്കാൻ, സ്വർഗത്തിലെ ദൈവത്തോട് അധികം പ്രാർത്ഥിക്കാൻ ആര് തീരുമാനിക്കുന്നു, അവരോടൊരു പറ്റിച്ചേരൽ ദൈവപുത്രനുണ്ടാവും. ദാവീദിനോട് സ്തോത്രം ഭയങ്കരമായിരിക്കുന്ന ഒരു പറ്റിച്ചേരലുണ്ടായി. ഹല്ലേലൂയ. അങ്ങനെ പറ്റിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ യോനാഥാൻ തീരുമാനമെടുക്കുക. യോനാഥാനും സ്തോത്രം ശൗലും കൂടി 6 തീരുമാനം. പെട്ടെന്ന് പറയാം, എഴുതിയെടുക്കുന്നവർ വേണമെങ്കിൽ എഴുതിയെടുത്തോ, ഇല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും സ്തോത്രം സെർച്ച് ചെയ്ത് മനസ്സിലാക്കി നോക്കി. എന്ത് ചെയ്തു? പറ്റിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ 1, യോനാഥാൻ അവനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചു. എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഒരുത്തൻ പോലും സ്നേഹിക്കാത്ത, അവർ തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ച് വിശ്വപ്രസിദ്ധമാണ്. കളത്ര പ്രേമമെന്നൊക്കെയാണ് കാവ്യഭാവനയിൽ എഴുതി വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദാവീദിന് അപ്പനുണ്ട്, അമ്മയുണ്ട്, ഭാര്യമാരുണ്ട്, മക്കളുണ്ട്, ചുറ്റുപാട് നിൽക്കാൻ പലരുമുണ്ട്. ഇന്ന് മാസയോഗത്തിനിടയ്ക്ക് പാടിയതുപോലെ ഉലകിൽ എൻ്റെ അരികിലാൽ പ്രിയരായ പലരുണ്ട്. അവരെക്കാളൊക്കെ ഏറ്റവും അധികം നീ പറ്റിച്ചേർന്ന് നിന്നാൽ, ദൈവമായിട്ട് പറ്റിച്ചേർന്ന് നിന്നാൽ സ്നേഹം എന്താണെന്ന്, എങ്ങനെയാണ് ദൈവം സ്നേഹിക്കുന്നതെന്ന് അത് തെളിയിക്കും. ഞാൻ ആദ്യത്തെ പോയിന്റ്, ആദ്യത്തെ ദൂത് പറയട്ടെ. ആരവനോട് പറ്റിച്ചേർന്ന് നിന്നിട്ടുണ്ടോ അവർക്ക് മാത്രമാണ് ദൈവപുത്രന്റെ സ്നേഹം രുചിച്ചറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഞാൻ ആത്മാവിൽ പറയാം, പറ്റിച്ചേർന്ന് നിന്നാൽ ഏറ്റവും വലിയ സ്നേഹം ദാവീദിന് കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ, വേദപുസ്തകം പഠിച്ചോ നിങ്ങൾ, ഏറ്റവും വലിയ സ്നേഹം ഭാര്യയിൽ നിന്ന് കിട്ടിയതിനേക്കാൾ, അപ്പനിൽ നിന്ന് കിട്ടിയതിനേക്കാൾ, അമ്മയിൽ നിന്ന് കിട്ടിയതിനേക്കാൾ, സ്വന്തം മക്കളിൽ നിന്ന് കിട്ടിയതിനേക്കാൾ. അവിടെയൊക്കെ വേദനപ്പെട്ടിട്ടുണ്ട്, തിക്താനുഭവങ്ങൾ വന്നിട്ടുണ്ട്, ഒറ്റപ്പെടലുകൾ വന്നിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സ്നേഹം ഏതാന്ന് നിങ്ങൾ എന്തെങ്കിലും ദാവീദിനെ കണ്ട് ചോദിച്ചാൽ അന്ന് പറയും, സ്തോത്രം ഹല്ലേലൂയ, യോനാഥാൻ എന്നെ സ്നേഹിച്ചതുപോലെ, അവൻ എൻ്റെ ഹൃദയത്തെ കണ്ടതുപോലെ, അവൻ എന്നെ മാനിച്ചതുപോലെ, അവൻ എന്നെ അറിഞ്ഞതുപോലെ എന്നെ വേറെ ആരും അറിഞ്ഞിട്ടില്ല. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കറിഞ്ഞ് യോനാഥാനെ മാറ്റി നിർത്തിക്കൊണ്ട് പറയാം, എൻ്റെ യേശു എന്നെ അറിഞ്ഞതുപോലെ. എത്ര പേർക്ക് ഞാനിത് പറയുമ്പോൾ സ്വോത്രത്തോട് പറയാൻ പറ്റും, എൻ്റെ അപ്പൻ അറിഞ്ഞതിനേക്കാൾ, എൻ്റെ അമ്മ അറിഞ്ഞതിനേക്കാൾ, എൻ്റെ സഹോദരങ്ങൾ എന്നെ അറിഞ്ഞതിനേക്കാൾ, എൻ്റെ ജീവിത പങ്കാളി എന്നെ അറിഞ്ഞതിനേക്കാൾ
എൻ്റെ മനസ്സറിഞ്ഞ, എന്നെ അറിഞ്ഞ, എൻ്റെ ഹൃദയം അറിഞ്ഞ ഒരുവൻ, അവനാണ് എൻ്റെ കർത്താവ്. ദൈവത്തിൻ്റെ പുത്രൻ. അവൻ എന്നെ അറിഞ്ഞു, അവൻ എന്നെ സ്നേഹിച്ചു. അവൻ എന്നെ സ്നേഹിച്ചതുപോലെ എന്നെ ആരും സ്നേഹിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ അടങ്ങിയിരിക്കരുത്. നിങ്ങളുടെ കരങ്ങൾ ചലിക്കട്ടെ, നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഷയിൽ ദൈവത്തോട് നന്ദി പറയട്ടെ. അവൻ എന്നെ സ്നേഹിച്ചതുപോലെ അത്ര കണ്ടാരും സ്നേഹിച്ചിട്ടില്ല. അപ്പനോട് സംസാരിച്ചിറങ്ങി വന്നപ്പോൾ പുത്രന്റെ ഹൃദയം ഈ പാവപ്പെട്ടവനോട് പറ്റിച്ചേർന്നു. അവനെ സ്നേഹിച്ചു. ഒരു ചോക്ലേറ്റ് മിഠായി കൊടുത്തിട്ട് വിസിറ്റിംഗ് കാർഡ് കൊടുത്ത് വിടുകയല്ല ചെയ്തത്. അതൊക്കെ നമ്മുടെ അച്ചാച്ചന്മാര്. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്ന കണ്ടോ, അവന്റെ ഹൃദയം പറ്റിച്ചേർന്നു, അവനെ സ്നേഹിച്ചു. ഒന്ന്. രണ്ടാമത്തത് എഴുതിയിരിക്കുന്നു, ശൗൽ അന്ന് അവനെ ചേർത്തുകൊണ്ടു. രണ്ടാമത്തെ കാര്യം, അന്ന് ശൗൽ. പിന്നത്തേതിലൊക്കെ വിടും. ഞാനൊരു ഒറ്റ പാരഗ്രാഫിൽ നിന്നുകൊണ്ടാണ് വ്യാഖ്യാനം തരുന്നത്. ഹൃദയം പറ്റിച്ചേർന്നപ്പോൾ അന്ന് അപ്പൻ ശൗൽ ദാവീദിനെ ചേർത്തു എന്ന് പറഞ്ഞാൽ അവൻ്റെ വീട്ടിലെ ഒരംഗമാക്കി. മോളെയൊക്കെ കല്യാണം കഴിക്കുന്നത് പിന്നെ അതൊന്നും നമ്മുടെ ഈ വ്യാഖ്യാനത്തിൽ കൊണ്ടുവരേണ്ട കാര്യമില്ല. പക്ഷെ അതിനേക്കാളൊക്കെ മുമ്പ് സ്വർഗത്തിലെ സ്തോത്രം ഒരംഗമാക്കി. നീ അവനോട് പറ്റി നിന്നാൽ നീ പടിവാതിക്കൽ നിന്ന് ദാസനെ പോലെ നിന്നിട്ട് പോകുകയല്ല, സ്വർഗീയ കുടുംബത്തിന്റെ അംഗമാക്കി നിന്നെ അതിനകത്ത് ചേർത്തു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, സ്തോത്ര, ഉലകത്തിൽ വലിയ വലിയ വീടുകളിൽ ജനിച്ചവർ കണ്ടേക്കാം. എന്നാൽ ഇവിടെ നിന്ന് സ്തോത്രത്തോടെ പറയുമ്പോൾ, മാസയോഗത്തിൽ പങ്കെടുക്കുന്ന ദൈവമക്കളോട് പറയാം, ഉലകത്തിൽ എവിടെ കയറാൻ പറ്റിയാലും പറ്റിയില്ലെങ്കിലും എൻ്റെ ജീവിതത്തിലെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം സ്വർഗീയ കുടുംബത്തിന്റെ ഒരു അംഗമായി അവൻ എന്നെ ചേർത്തുകൊണ്ടു. ആ വീട്ടിലേക്ക് എന്നെ ചേർത്തതാണ് എൻ്റെ ഭാഗ്യം എന്ന് വിശ്വസിക്കുന്നവർ ഒന്നോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഇനി ഒരു നിമിഷം പോലും അടങ്ങിയിരിക്കരുത്, സ്തോത്രം പറയണം. ഹല്ലേലൂയ. അവൻ ചേർത്തുകൊണ്ടു. രണ്ടാമത്തത്. മൂന്നാമത്തത് പറയാൻ കേട്ടോ, സ്തോത്ര. ഹല്ലേലൂയ. നോക്കി, അവൻ്റെ പിതൃഭവനത്തിലേക്ക് മടങ്ങിപ്പോകാൻ പിന്നെ അനുവദിച്ചില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അവൻ്റെ വീട്ടിലേക്ക്, അവൻ വന്ന കാട്ടിലേക്ക്, അവൻ വന്ന പാരമ്പര്യത്തിലേക്ക്, അവൻ വന്ന വീട്ടിലേക്ക്, അവൻ്റെ പഴയ പൈതൃകത്തിലേക്ക്, അതിലേക്ക് പോകാൻ അനുവദിച്ചില്ല. സ്തോത്ര. ഹല്ലേലൂയ. അനുവദിച്ചില്ല. സ്തോത്രം. ഇത് മൂന്നാമത്തത്. പുറകോട്ട് പോകാൻ അനുവദിച്ചില്ല. നാലാമത്തത് എഴുതിയിരിക്കുന്നത്, സ്വന്തം പ്രാണനെ പോലെ സ്നേഹിക്കുന്ന അവനുമായി യോനാഥാൻ സഖ്യത ചെയ്തു. വെറുതെ സ്തോത്രം ഒരു കമ്പനിക്ക് വേണ്ടി 4 മണിക്ക് ആൾത്തറയിൽ വെച്ചോ ബസ് സ്റ്റാൻഡിൽ വെച്ചോ കാണുകയല്ല. ഇവർ തമ്മിൽ ഇന്റേണലായിട്ട് പല സഖ്യത ചെയ്തു. നീ എൻ്റെ കൂടെ നിന്നാൽ നമുക്ക് നാട് നേടാം, പലരെ രക്ഷിക്കാം. അത് തന്നെയല്ലേ യേശു ഇന്നും പറയുന്നത്. നീ ദൈവത്തോട് പറ്റി നിന്നാൽ, നീ ദൈവത്തിന്റെ കൂടെ നിന്നാൽ, നീ സഖ്യത ചെയ്താൽ നിന്റെ വീട്ടിൽ പലരെയും സ്വർഗത്തിലെത്തിക്കാം, നിന്റെ വീട്ടിൽ പലരെയും പാപത്തിൽ നിന്ന് നേടിയെടുക്കാം, നിന്റെ നാട്ടിൽ പലരെയും. നീ ദൈവത്തെ ചുമ്മാ സ്തോത്രം അറിഞ്ഞെന്ന് പറയല്ല, ദൈവത്തോട്, ദൈവപുത്രനോട് സഖ്യത ചെയ്താൽ, ദൈവപുത്രനും നമ്മളും കൂടി ചേർന്നാൽ ഒരുപാട് പേരെ കൃപയിലേക്ക് കൊണ്ടുവരാം. ഹല്ലേലൂയ. അടുത്തത് നോക്കി, ഏറ്റവും പ്രധാനപ്പെട്ട 4-ാമത്തെ വാക്യം 2 പറഞ്ഞ് അവസാനിപ്പിക്കാം. യോനാഥാൻ താൻ ധരിച്ചിരുന്ന മേലങ്കി ഊരി അതും അവന്റെ വസ്ത്രവും വാളും വില്ലും അരക്കച്ചയും ദാവീദിന് കൊടുത്തു. എന്താ പറഞ്ഞത്? കാട്ടുകായകൾ പറിച്ചു നിന്ന് കാട്ടരുവിയിലെ വെള്ളം കുടിച്ച് കവണയും കല്ലുമായി നടന്ന് ചുമ്മാ സ്തോത്രം മരപുരിയും ധരിച്ചു നടന്ന ഈ മനുഷ്യനുണ്ടല്ലോ ദാവീദ്, ഈ മനുഷ്യനെ ഇന്ന് സ്തോത്രം എന്ത് ചെയ്യുന്നറിയാമോ? രാജകുമാരന്റെ വസ്ത്രം ധരിപ്പിച്ചു, രാജകുമാരന്റെ അങ്കി ധരിപ്പിച്ചു, അവന്റെ അരക്കച്ചയും വില്ലും. ഞാൻ ഇങ്ങനെ വ്യാഖ്യാനിക്കാം, ദൈവത്തിന്റെ സർവായുധ വർഗം, അത് ദൈവം ഇവനെ നമ്മളെ ധരിപ്പിച്ചു. എത്ര പേർക്ക് ഞാൻ പറയുന്നത് ഒത്തുവരുന്നതായി തോന്നുന്നുണ്ട്? അവനോട് പറ്റിച്ചേർന്നത് നിമിത്തം, ഹല്ലേലൂയ, അവനോട് പറ്റിച്ചേർന്ന നിമിത്തം. അയ്യോ, ഇന്ന് ദൈവാത്മാവിൽ ചിന്തിച്ചു നോക്കി, നീ ധരിച്ചിരിക്കുന്ന വസ്ത്രം, ഹല്ലേലൂയ, നീ കിടക്കുന്ന വീട്, നിനക്ക് തന്ന സർവായുധ വർഗം, യേശുവിന്റെ നാമം എന്ന അധികാരപത്രം ഇന്ന് നിന്റെ കയ്യിലിരുന്ന് എന്തുകൊണ്ടാണെന്നറിയാമോ? അവൻ നിന്നോട് പറ്റിച്ചേർന്നു. ആ പറ്റിച്ചേർന്നത് കൊണ്ട് രാജകുമാരൻ ധരിച്ച വസ്ത്രവും, അവന്റെ വില്ലും, അവന്റെ വാളും, അവന്റെ വസ്ത്രവും, അവന്റെ മേലങ്കിയും, ആടുകളെ തീറ്റി ആട്ടിൻകൂട്ടിനകത്ത് വളർന്നവന് കിട്ടിയതെങ്ങനാ? പറ്റിച്ചേരൽ കൊണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുമ്പോൾ വിമർശനാന്ന് പറയരുത്. 10 രൂപ സ്വോത്ര കാഴ്ചയിട്ട് മാസത്തിൽ 250 ഒരു മാസവരിയും കൊടുത്ത് സഭാരേസിൽ നിന്ന് പേര് പോകാതിരിക്കാൻ വേണ്ടി സഭയെ കടിച്ചെന്ന് തൂങ്ങി നിൽക്കുന്നവരുണ്ട്. കേട്ടോളണം, പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. എന്നാൽ ദൈവാത്മാവിൽ പറയാം, അവനോട് പറ്റിയിരുന്നാൽ അവൻ്റെ വസ്ത്രം നിന്നെ ധരിപ്പിക്കും, അവൻ്റെ വാള് നിനക്ക് തരും, അവൻ്റെ വില്ലും പരിചയും അവനുള്ളതൊക്കെ നിനക്ക് തരും. ലാസ്റ്റ് പോയിന്റോടെ പറഞ്ഞ് ഞാൻ വാക്കുകളെ ഉപസംഹരിക്കാം. അടുത്തെഴുതിയിരിക്കുന്നു, ശൗൽ അയക്കുന്നിടത്തേക്കും ദാവീദ് പോയി കാര്യാദികളെ വിവേകത്തോടെ നടത്തും, അതുകൊണ്ട് ശൗൽ അവനെ പടജനത്തിന് മേധാവിയാക്കി. 6-ാമത്തെ കാര്യം, ഇവിടെ ഇന്റർവ്യൂ ചെയ്ത് വന്ന ആളല്ല ദാവീദ്, ടെസ്റ്റ് എഴുതി ലിസ്റ്റിൽ പേരിട്ട് വിളിപ്പിച്ചതല്ല,
പിന്നെയോ സ്തോത്രം, സഹോദരന്മാർക്ക് അപ്പം കൊടുത്തു വിട്ട ആഹാരവുമായിട്ട് ക്ഷേമം അന്വേഷിക്കാൻ വന്നവനാ. ഒരു വിചാരമില്ലായിരുന്നു ഈ പദവിയിൽ വരുമെന്ന്. ഞാനും നിങ്ങളും സ്തോത്രം സ്വർഗത്തിൽ പോകാൻ വേണ്ടി നേരത്തെ ലിസ്റ്റ് എഴുതി കൊടുത്തതല്ല, ടെസ്റ്റ് എഴുതി പാസ്സായതല്ല. പിന്നെയോ ഒരു വഴിയില്ലാതെ കർത്താവിൻ്റെ ദാസനയ്ക്ക് ആദ്യം സാക്ഷ്യം പറഞ്ഞതുപോലെ വഴിയരികിൽ സ്തോത്രം ജീവസന്ധാരണത്തിന് വേണ്ടി നടന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ കൊണ്ട് നമ്മളെ തേടി വന്നതാ. ആ നമ്മളെ ദൈവം ആരാക്കി മാറ്റി? പുറംപറമ്പിൽ ഒരു പാത്രമല്ല, അവനെ മേധാവിയാക്കി മാറ്റി. 6 പ്രധാന കാര്യങ്ങൾ പറ്റിച്ചേരൽ കൊണ്ട് ഈ മാസയോഗത്തിന് സമാപന സന്ദേശം തരുമ്പോൾ ഈ വർഷം ദൈവത്തെ അറിഞ്ഞു എന്ന് പറയുകയല്ല, ദൈവത്തെ അറിയാമെന്ന് പറയുകയല്ല, ദൈവത്തെക്കുറിച്ച് 10 പാട്ട് പാടുകയല്ല, 4 പ്രസംഗക്കുറിപ്പ് വെച്ച് പ്രസംഗിക്കുകയല്ല. അവൻ്റെ ചങ്കിനോട് പറ്റിച്ചേർന്നിരുന്നാൽ സ്തോത്രം, ഞാൻ പറയാം, നമ്മൾ വിചാരിക്കാത്ത അവസ്ഥയിലേക്ക് നീ വന്ന താഴെയുള്ള കുഴിയിൽ നിന്ന് ദൈവത്തിൻ്റെ കൃപയിലേക്ക് നമ്മളെ നയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ഓർപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ ഈ വചനങ്ങളാൽ സഹായിക്കട്ടെ.